അഭിനന്ദനം ഭാഗം 8. രചന സ്വപ്നങ്ങളുടെ രാജകുമാരി. എൻഗേജ്മെന്റ് കഴിഞ്ഞ് ക്ഷീണം തീർക്കാനായി പയ്യന്മാരെല്ലാവരും പള്ളിയുടെ മുൻവശത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. മരത്തണലിൽ തന്നെ ഒരു സിമന്റ് ബെഞ്ചിലായി ഹരിയും ഇരിക്കുന്നുണ്ട്. പയ്യന്റെ കൂട്ടുകാരിൽ ഒരുത്തൻ പറഞ്ഞു, ആ പെമ്പിള്ളേരുടെ കൂട്ടത്തിൽ സിനിമാ നടി ശ്രീദേവിയെ പോലൊരു പെണ്ണ് നിൽക്കുന്നത് കണ്ടോ? വേറൊരുത്തൻ ചോദിച്ചു, ഏതാ, പച്ച കളർ ധാവണിയോ? അതേടാ, ദേവരാഗം ഫിലിമിലെ ശ്രീദേവിയുടെ അതേ ലുക്ക്. ഒരു മൂക്കുത്തിയുടെ കുറവ് മാത്രമേ ഉള്ളൂ. അവർ അവളുടെ അഴകളവുകളെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഹരി പെട്ടെന്ന് അവർ ചൂണ്ടിയ ദിശയിലേക്ക് നോക്കി. അവർ നന്ദുവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കടും പച്ച കളറിൽ ചുവന്ന പട്ട് വീതിയിൽ ബോർഡറുള്ള പാവാട, പച്ച നിറം തന്നെയാണ് ബ്ലൗസിനും, ചുവന്ന പട്ടാണ് ഷോൾ. ഒരുപാട് അലങ്കാരങ്ങളൊന്നും തന്നെ മുഖത്തില്ല. ഒരു ചുവന്ന വട്ടപ്പൊട്ട് നെറ്റിയിൽ വച്ചിട്ടുണ്ട്. പാതിമാഞ്ഞ ചന്ദനം അവളുടെ അഴകിനെ മാറ്റേക്കുന്നുണ്ട്. നീണ്ട നീളൻ മുടി മെടഞ്ഞിട്ട് നിറയെ മുല്ലപ്പൂ വച്ചിട്ടുണ്ട്. കൈ നിറയെ പച്ചയും ചുവപ്പും കുപ്പിവള ഇട്ടിട്ടുണ്ട്. അവൻ അവളെ തന്നെ നോക്കി. അവന് തലേ ദിവസം രാത്രിയിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു. അപ്പോഴാണ് അവിടേക്ക് അല്ലു വന്നത്. എന്താ ആളെയാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? അല്ലു ഹരിയെ തട്ടി വിളിച്ചു. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ. അപ്പോഴേക്കും പുറകിൽ നിന്നൊരുത്തൻ ഉറക്കെ പറഞ്ഞു, എടാ, ഞാൻ എന്തായാലും അവളെ ഒന്ന് മുട്ടി നോക്കട്ടെ, ചിലപ്പോൾ വളഞ്ഞാലോ. ആ പറഞ്ഞത് അല്ലു കേട്ടു. അല്ലുവിനെ കടന്നയാൾ മുന്നോട്ട് നീങ്ങിയതും അല്ലു അയാളുടെ ഷോൾഡറിൽ പിടിച്ചു നിർത്തി. എടാ മനോജേ, ആരെയാ നീ മുട്ടാൻ പോകുന്നേ? മനോജിന് മുന്നേ അല്ലുവിന് പരിചയമുണ്ടായിരുന്നു. മനോജ് തിരിഞ്ഞു നിന്നു. അലക്സ്, നീയോ? ഞാൻ നോക്കടാ, ആ പച്ച കിളിയോ ഒന്ന് വലവിരിച്ചാലോ എന്നോർത്തതാ. എന്നാലേ മോൻ ആ വല അങ്ങ് 4 മടക്കി പോക്കറ്റിലേക്ക് വെച്ചോ. അവൾക്ക് ചോദിക്കാനും പറയാനുമൊക്കെ ആളുണ്ട്. ഹരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലു തുടർന്നു. ഇതേ ഈ ഹരിയുടെ കസിനാണവൾ. പിന്നെ എൻ്റെ അയ്യോ, അളിയൻ്റെ ആളായിരുന്നോ? ഞാൻ ആളറിയാതെ സോറി അളിയ എന്നും പറഞ്ഞ് മനോജ് ചമ്മി പിന്നിലേക്ക് മാറി നിന്നു. ഹരി അല്ലുവിനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അല്ലടാ, ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ വന്നതാ. അവൻ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. അതിനിപ്പോൾ എന്താ, അവളെ അവൻ ശല്യപ്പെടുത്താതെ പോയില്ലേ എന്നും പറഞ്ഞ് അല്ലു ചിരിച്ചു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് പയ്യന്റെ വീട്ടുകാരൊക്കെ തിരികെ പോയി. അന്നയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്ന നന്ദുവിനെ ഹരി പിടിച്ചു നിർത്തി. നീ ഇതെങ്ങോട്ടാ നന്ദു? ഹരി ചോദിച്ചു. ഞാൻ അന്നയുടെ കൂടെ വരാം ഹരിയേട്ടാ, നന്ദു പറഞ്ഞു. എന്നാലേ അത് വേണ്ട കേട്ടോ. നന്ദു ചോദ്യഭാവത്തിൽ ഹരിയെ നോക്കി. നിനക്ക് എമ്മയുടെ എക്സാം ആണെന്നല്ലേ പറഞ്ഞേ? ഇപ്പോഴാണേ വല്യമ്മ ഗുരുവായൂർക്ക് പോയേക്കുന്നതുകൊണ്ട് നിനക്ക് പഠിക്കാൻ നല്ല സമയം കിട്ടും. ഇന്നിനി ട്യൂഷനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വന്നേ, നമുക്ക് വീട്ടിൽ പോകാം, ഹരി പറഞ്ഞു. ഇതേ സമയം നന്ദു ഹരിയോടൊപ്പം പോകുന്നത് കണ്ട അല്ലു ഓടി വന്നു ചോദിച്ചു, നിങ്ങൾ തിരിച്ചോ? നന്ദു വാ, നമുക്ക് വീട്ടിൽ പോയിട്ട് പോകാം. നന്ദു എന്തെങ്കിലും പറയും മുൻപേ അതിന് മറുപടിയായി ഹരി പറഞ്ഞു, എടാ, ഞാൻ അതിവളോട് പറഞ്ഞതാ, പക്ഷെ ഇവൾക്ക് മുത്തശ്ശിക്ക് ഫുഡ് കൊടുക്കണമെന്ന്. എന്നാ ശരിയടാ, നിങ്ങൾ വിട്ടോ. അല്ലു നിരാശയോടെ പിന്തിരിഞ്ഞു. അത് ഹരി ശ്രദ്ധിക്കുകയും ചെയ്തു. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. മുത്തശ്ശിക്ക് ഫുഡ് കൊടുക്കാൻ ഞാനിന്ന് മാധവി അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കാരാ ഈ ധാവണി വാങ്ങി തന്നെ? കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നുന്നല്ലോ, ഹരി ചോദിച്ചു. അത് അല്ലു ചേട്ടൻ. അല്ലുവോ? അവൻ വണ്ടി പെട്ടെന്ന് നിർത്തി. അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എൻഗേജ്മെന്റ് ആയോണ്ടാകുമല്ലേ? അല്ല, ഇതെനിക്ക് കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോൾ എടുത്തു തന്നതാ. ഇപ്പോൾ തന്നത് തയ്ച്ച് കിട്ടിയില്ല, അതാ ഞാൻ ഇതിട്ടെ. ഹരി, അപ്പോൾ അവൻ എല്ലാ തവണയും ലീവിന് വരുമ്പോൾ ഡ്രസ്സ് വാങ്ങി തരുമോ? നന്ദു, തരുമല്ലോ. ചിലപ്പോൾ ഡ്രസ്സ്, ചിലപ്പോൾ ബാഗ്, പിന്നെ ഞങ്ങളെ രണ്ടാളെയും കൂട്ടിക്കൊണ്ടുപോയി മാച്ചിന് ആക്സസറീസും വാങ്ങിത്തരും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് വാങ്ങിത്തരും. അല്ലു ചേട്ടന് ഞാനും അന്നയും ഒരുപോലെയാ. ഹരിക്കിതൊരു പുതിയ അറിവായിരുന്നു. ലീവിന് വരുന്നതിന് മുന്നേ ഷോപ്പിങ്ങിന് അവൻ പോകാറുണ്ട്. പക്ഷെ ഇവൾക്കും അവൻ വാങ്ങാറുണ്ടായിരുന്നോ? ഹരി, നിനക്ക് വേണ്ടാന്ന് ഉറപ്പിച്ച് പറയാൻ പാടില്ലേ? ഞങ്ങളാരും നിനക്കൊന്നും വാങ്ങി തരുന്നില്ലല്ലോ അല്ലേ? നന്ദു, ആരാ എനിക്ക് വാങ്ങിത്തരുന്നേ? മുൻപ് ഓണത്തിനൊക്കെ അമ്മായി ഒരു ചുരിദാർ എടുത്ത് തരുമായിരുന്നു. ഇപ്പോൾ 2-3 വർഷം കൊണ്ട് അത് നിന്നു. പിന്നെ ബാഗ്, മുത്തച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കൊരു പുതിയ ബാഗ് വാങ്ങി തന്നത് അല്ലു ചേട്ടനാ. ഹരി പിന്നെ ഒന്നും പറയാതെ വണ്ടി മുന്നോട്ടെടുത്തു. ഇവന് ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ, ഹരി മനസ്സിലോർത്തു. അന്ന് വൈകുന്നേരം അല്ലുവും ഹരിയും ഒരുമിച്ച് ബാംഗ്ലൂർക്ക് പുറപ്പെട്ടു. പിറ്റേ ആഴ്ച നന്ദുവിനും അല്ലുവിനും എമ്മയുടെ ഫസ്റ്റ് സെം എക്സാം ആയിരുന്നു. ഹരിയും അല്ലുവും നാട്ടിൽ ഒരുപാട് കമ്പനികളിൽ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. ഒടുവിൽ നല്ലൊരു കമ്പനിയിൽ തന്നെ അവർക്ക് രണ്ടാൾക്കും ജോലിയായി. ബാംഗ്ലൂർ ലൈഫ് ഉപേക്ഷിച്ച് തിരികെ പോരുന്നതിന് തലേ ദിവസം അല്ലു ഷോപ്പിങ്ങിന് പോകാൻ തുടങ്ങിയപ്പോൾ ഹരിയും കൂടെ പോയി. ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ ഹരി പറഞ്ഞു, എടാ, ഇത്തവണ നന്ദുവിനുള്ളത് ഞാൻ എടുത്തോളാം കേട്ടോ. അല്ലു ഭാവഭേദമൊന്നുമില്ലാതെ പറഞ്ഞു. നീ കൊടുക്കുന്നതും ഞാൻ കൊടുക്കുന്നതും ഒരുപോലെയല്ലല്ലോ. അവർ ഒരുമിച്ചെന്ന് ഒരുപാട് അടിച്ചു പൊളിച്ചു.
അല്ലു നാട്ടിൽ സെറ്റിലായത് ടീച്ചറിന് ഒരുപാട് സന്തോഷം നൽകി. എങ്കിൽ ഹരി ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിച്ചത് അമ്മയ്ക്കൊഴിച്ച് മറ്റാർക്കും ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് സ്വാതിക്കും ഹീരയ്ക്കും. അവർ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഹരിക്ക് ആകെ വിഷമമായി. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ സഹിക്കാനാവാതെ ഹരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരുപാട് വൈകി അവൻ തിരികെ വരുമ്പോഴും നന്ദു മാത്രം ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടായിരുന്നു. അന്ന് അവൻ ഇത്തിരി കൂടുതൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. നന്ദു, എന്താ ഹരിയേട്ടാ ഇങ്ങനെ? സമയം എത്രയായിന്നറിയാവോ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നെന്നറിയാമോ? ഹരി, എന്നെ കാത്തിരിക്കാൻ നീ ആരാടി, എൻ്റെ ഭാര്യയോ? അവൻ ആടി കുഴഞ്ഞു വന്ന് അവളുടെ മേലേക്ക് മറിഞ്ഞു വീണു. അവൾ ഒരുവിധം അവനെ എഴുന്നേൽപ്പിച്ചിരുത്തി. അവൻ അവളെ മുറുക്കെ പുണർന്നു. ഹരി, നീ പറ, എന്തിനാടി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ അമ്മ ഒറ്റയ്ക്കല്ലേ എന്ന് കരുതിയല്ലേ നാട്ടിലേക്ക് വന്നത്? ഞാൻ ജോലി വേണ്ടാന്ന് വെച്ച് വന്നതല്ലല്ലോ. നന്ദു, ഒന്ന് പതുക്കെ പറ ഹരിയേട്ടാ. വന്നേ, നമുക്ക് റൂമിലേക്ക് പോകാം. അവൾ അവനെ ഒരുവിധം റൂമിലെത്തിച്ചു. ബെഡിലേക്ക് കിടത്തി. ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് ഓടി എന്നും പറഞ്ഞ് ഹരി അവളെ ബെഡിലേക്ക് വലിച്ചിട്ടു. അവൾ കുതറി മാറി. അപ്പോഴേക്കും അവൻ സ്വബോധം നഷ്ടപ്പെട്ട് മയങ്ങിയിരുന്നു. തുടരും.